വിച്ച് ഇസ് ദ ബെസ്റ്റ് വേ ടു ഓപ്പൺ തേർഡ് ഐ ആൻഡ് 7 ചക്ര. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്രാസ് എല്ലാം തന്നെ ഓൾറെഡി ഓപ്പൺ ആണ്. കാരണം ഏത് ചക്രയ്ക്ക് ഫിസിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചക്ര ബ്ലോക്ക് ആണെങ്കിൽ അവിടെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ബുദ്ധിമുട്ടുകളാവാം. അപ്പോൾ തേർഡ് ഐ ആണെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തും മറ്റ് ആ ചുറ്റുവട്ടത്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. ത്രോട്ട് ചക്ര ആണെങ്കിൽ നിങ്ങൾക്ക് ത്രോട്ട് സംബന്ധമായിട്ട് അവിടെ ഉള്ള സോളാർ പ്ലക്സസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിവർ, സ്റ്റൊമക്ക് ആ ഭാഗത്തും നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചക്രയും ഓപ്പൺ ആണ്. അത് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ എനർജി ഇല്ല, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. പിന്നെ നമ്മൾ പറയുക ചക്ര ആക്ടിവേഷൻ ആണ്. അപ്പം അതിൻ്റെ ആക്ടിവേഷൻ ആ ചക്ര എത്രത്തോളം വലുതാണ് ചെറുതാണ് അതിലാണ് മെയിൻ സംഭവം. അപ്പം വലിയൊരു ബുദ്ധ അങ്ങനത്തെ വലിയ ആൾക്കാരാണ് ഓരോ ചക്ര അവിടെ നിന്ന് എത്രയോ ദൂരമുള്ള ഒരു ചക്രാസ് ആയിരിക്കാം, അത്രയും ഭയങ്കര വലുതായിരിക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു പവർ സ്പിരിച്വലി പവർഫുൾ ആ ലെവലിലൊക്കെ പറയാൻ പറ്റുക. അല്ലാണ്ട് ഓപ്പൺ ആക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ചക്രയും ഓപ്പൺ തന്നെയാണെന്ന് തന്നെ പറയാം.